നമുക്ക് പുട്ടും മട്ടനും വന്നിട്ടുണ്ട്. ഇനി പുട്ടും മട്ടനും കഴിക്കുന്നതിലേക്ക് മാറാം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് വണ്ടിയൊക്കെ ഓടിച്ച് കണ്ണൂരെത്തി. ഇന്നലെ രാത്രിയിലെത്തിയിരുന്നു. തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്ര രസകരമാണ്. നമ്മുടെ കടലിൻ്റെ തീരത്തൂടൊക്കെ ഉള്ള ആ യാത്ര, തെങ്ങുംതോപ്പുകളും കടലും ഒക്കെ കണ്ട് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നത് നല്ല രസമുള്ള യാത്രയാണ്. ഏതായാലും പോരുന്ന വഴിക്ക് ഞങ്ങൾ മുഴുപ്പിലങ്ങാടി ബീച്ചിലൊക്കെ പോയി. ഡ്രൈവിൻ ബീച്ച്, കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും നീളമുള്ള ബീച്ച് ആവാം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നീളമുള്ള ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലെ വണ്ടിയൊക്കെ ഓടിച്ച് ബീച്ചിനകത്തൂടെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ്. പക്ഷെ അവിടെ 20 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോകരുത്, അത് ഡേഞ്ചറസ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അനസിൻ്റെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഏതായാലും തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ വന്നിട്ട് കണ്ണൂർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ പോകുന്നത് ഉണക്കൻ ഭാരതി എന്ന് പറയുന്ന ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഉണക്കൻ ഭാരതി എന്നുള്ള പേര് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു പേരല്ലേ, ഉണക്കൻ ഭാരതി. ഏതായാലും അവിടെ പോയി ഫുഡ് കഴിക്കാം. ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യത്തെ റെക്കമെൻഡേഷൻ കിട്ടിയത് രോഹിത് എന്ന് പറയുന്ന കണ്ണൂരുകാരനായ ഒരു സബ്സ്ക്രൈബറിൽ നിന്നാണ്, ഒരു ഫ്രണ്ടിൽ നിന്നാണ്, ഫുഡ് ആൻഡ് ട്രാവൽ ഫ്രണ്ടിൽ നിന്നാണ്. ഞാൻ പറഞ്ഞ ആ ചെറിയ കട, ഉണക്കൻ ഭാരതി എന്ന് പറഞ്ഞ കട ഇതാണ്. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ചെറിയൊരു കടയാണ്. ഉണക്കൻ ഭാരതിയില് പുട്ടും മട്ടൻ ചാപ്സും ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. പുട്ടും മട്ടൻ കറി എന്ന് വേണേൽ പറയാം, പുട്ടും മട്ടൻ ചാപ്സ് എന്ന് വേണേൽ പറയാം. അത് കൂടാതെ കപ്പയുണ്ട്, പാലപ്പം ഉണ്ട്, പിന്നെ വേറെ കുറെ ഇഡ്ഡലിയും മട്ടനും ഉണ്ട്. നമ്മൾ ഇഡ്ഡലിയും മട്ടനും പാലക്കാട് പോയി ഒരു ദിവസം കഴിച്ചു. ഇവിടുത്തെ ഇഡ്ഡലിയുടെ ഷേപ്പിന് തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും മട്ടനും ഉണ്ട്. ഞാൻ ഏതായാലും പുട്ടും മട്ടനും കഴിക്കാനായിട്ട് തീരുമാനിച്ചു. കൂടെ പപ്പടമുണ്ട്. സൂപ്പർ. ഇതിന്റെ മട്ടൻ ചാപ്സിന് തന്നെ ഒരു വ്യത്യസ്തമായ രുചിയാണ്. ഞാൻ അവരോട് ചോദിച്ചു മസാലയൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അവർ പറയുന്നത് മസാല ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന കുരുമുളകിന്റെ ഒക്കെ നല്ല രുചി നന്നായിട്ട് വരുന്നുണ്ട്. മട്ടൻ പീസ് ഞാൻ താമസിച്ചെടുത്തതേ നല്ല ചൂടായിരുന്നു മട്ടന്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാനായിട്ടൊരു ചൂട് കാരണം നന്നായിട്ട് വെന്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച മട്ടൻ കഴിക്കാൻ തന്നെ ഒരു രുചിയാണ്, ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. സ്വല്പം പപ്പടം കൂടെ നമുക്ക് പൊട്ടിച്ച് അങ്ങോട്ട് ചേർക്കാം. നല്ല എരിവാണ്. അപ്പൊ ഈ എരിവൊക്കെ കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള ഒരു ചായ ചെറു മധുരമായിട്ട് നമുക്ക് കഴിക്കും. മധുരം കുറഞ്ഞ നല്ല ചായ, കൂടെ നല്ല എരിവുള്ള പുട്ടും
മട്ടൺ ചാപ്സ്. അപ്പോൾ ഉണക്കൻ ഭാരതിയിലെ നല്ല പുട്ടും നല്ല അടിപൊളി മട്ടൺ ചോപ്പ് വണ്ടി. ചെറിയൊരു ഹോട്ടൽ, ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ഒരു നെയിം ബോർഡോ അങ്ങനെ ഒരു സൈനോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. ഉണക്കൻ ഭാരതിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് നമ്മുടെ ഫ്രണ്ട്സും പറഞ്ഞു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, അധികം വിലയൊന്നും ഇല്ലാതെ ചെറിയ തോതിൽ എല്ലാവരെയും സാധാരണക്കാരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇനി കണ്ണൂർ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇനിയുള്ള വീഡിയോകളും കാണുക. തൽക്കാലത്തേക്കിന് ബൈ.